ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ സ്കന്ധം 2 13ാമത്തെ കഥയാണ്. ബ്രഹ്മദേവൻ വൈകുണ്ഠത്തിൽ. ശ്രീ ശുഗൻ ശ്രീകൃഷ്ണ ലീലകളിൽ മുഴുകി പണ്ട് ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്ത വേദതുല്യമായ ശ്രീമദ് ഭാഗവത സംഹിത പരീക്ഷിത്ത് രാജാവിന് ഉപദേശിച്ചു. വാസ്തവത്തിൽ ജ്ഞാനസ്വരൂപനായ ജീവന് ദേഹബന്ധമില്ല. മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു എന്നു മാത്രം. ഞാനെന്നും എൻ്റേതെന്നും തോന്നാനുള്ള കാരണവും മായ തന്നെയാണ്. അന്ന് തൻ്റെ വാസ്തവ സ്വരൂപം ഭഗവാൻ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. ജീവന്റെ തത്വജ്ഞാനം വിസ്തരിച്ച് വിവരിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് താമരയിലിരുന്ന് സൃഷ്ടി ആരംഭിച്ചു. പക്ഷേ പ്രപഞ്ച സൃഷ്ടി പൂർണ്ണത പ്രാപിച്ചില്ല. കാരണം ജ്ഞാനം പൂർണ്ണമല്ലായിരുന്നു. ബ്രഹ്മാവ് ചിന്തയിൽ മുഴുകി. അപ്പോൾ പ്രളയജലത്തിലെ തിരമാലകൾക്കിടയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ബ്രഹ്മാവ് ചെവിയോർത്തു. ശബ്ദം വീണ്ടും ആവർത്തിച്ചു. തപ തപ. 2 അക്ഷരമുള്ള ഒരു വാക്കാണതെന്ന് തിരിച്ചറിഞ്ഞു. തപ എന്നാൽ തപസ് എന്നാണ് അർത്ഥം. ബ്രഹ്മദേവന് കാര്യം മനസ്സിലായി. ആരോ തന്നെ ഉപദേശിക്കുകയാണ്. ആരാണത്? ബ്രഹ്മാവ് ആളെ തിരക്കി 4 ദിക്കിലേക്കും ശ്രദ്ധിച്ചു നോക്കി. ആരെയും കണ്ടില്ല. ജ്ഞാനം പൂർണ്ണതയിലെത്താൻ തപസ്സു തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. ഏതോ ശക്തി അതിന് തന്നെ പ്രേരിപ്പിക്കുകയാണ്. മനസ്സിനെ ഏകാഗ്രതയിലേക്ക് നയിച്ചു. തപസ് ആരംഭിച്ചു. ദിവ്യ സംവത്സരങ്ങൾ കടന്നുപോയി. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് സമസ്ത ലോകങ്ങളെയും തപിപ്പിച്ചുകൊണ്ടുള്ള ആ കഠിന തപസ് ഭഗവാനെപ്പോലും അത്ഭുതപ്പെടുത്തി. ആകാശത്ത് നനുത്ത ശോഭ പരന്നു. ഭഗവാൻ ബ്രഹ്മാവിനാൽ സേവിതനായപ്പോൾ പുണ്യവാന്മാർ സ്തുതികൾ ഉതിർത്തു. അജ്ഞാനവും ഭയവും തീണ്ടാത്ത തൻ്റെ ദിവ്യലോകം ഭഗവാൻ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. ശ്രീ വൈകുണ്ഠം. രജസ്സും തമസ്സും അവയുടെ കലർപ്പുമുള്ള സത്വവും പ്രവർത്തിക്കാത്ത ലോകം. അവിടെ കാലത്തിൻ്റെ പരാക്രമമില്ല, മായയ്ക്ക് പ്രവേശനവുമില്ല. അവിടെ ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ഭഗവാന്റെ പാർഷദന്മാരാണ്. സർവാലങ്കാരഭൂഷിതനായി ഭഗവാൻ ശ്രീ ഭഗവതിയോടൊപ്പം ശോഭിക്കുന്നു. മാർവിടത്തിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ആനന്ദാസ്ത്രുക്കൾ ഒഴുക്കി ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭക്തി കലർന്ന ദിവ്യജ്ഞാനം മനസ്സിൽ തെളിഞ്ഞു. ഭഗവാൻ സന്തുഷ്ടനായി മന്ദഹാസം പൊഴിച്ചു. ഉപദേശം സ്വീകരിച്ച് തപസ് അനുഷ്ഠിച്ചതുകൊണ്ട് വൈകുണ്ഠ ദർശനം സാധിച്ചു. തപസ് എൻ്റെ ഹൃദയമാകുന്നു. ഞാൻ തപസ്സിൻ്റെ ആത്മാവാകുന്നു. വിശ്വത്തെ തപസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു, തപസ്സുകൊണ്ട് പാലിക്കുന്നു, തപസ്സുകൊണ്ട് സംഹരിക്കുന്നു. സൃഷ്ടിക്ക് നിയുക്തനായ ബ്രഹ്മാവിന് കർമ്മബന്ധം ഏർപ്പെടാതിരിക്കാൻ ഭഗവാൻ ഭാഗവതോപദേശം നൽകി അനുഗ്രഹിച്ചു. ആ ഉപദേശം ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിലൂടെ ഭഗവാൻ ഭാഗവത തത്വം ചുരുക്കത്തിൽ വ്യക്തമാക്കുന്നു. ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമോ സൂക്ഷ്മമോ ആയി വേറെ ഒന്നുമില്ല. സൃഷ്ടിക്കു ശേഷം ഞാൻ മാത്രം. വിശ്വവും ഞാൻ തന്നെയാകുന്നു. പ്രളയത്തിൽ ശേഷിച്ചതും ഞാൻ തന്നെ. വാസ്തവത്തിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ തോന്നും, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്നും തോന്നും. ഇത് മായയാണെന്ന് അറിയുക. യഥാർത്ഥത്തിൽ 2 ചന്ദ്രന്മാരില്ലെങ്കിലും സാക്ഷാൽ ചന്ദ്രൻ ജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ 2 എന്ന തോന്നലുണ്ടാകുന്നു. ഞാൻ ജീവജാലങ്ങളിൽ പ്രവേശിക്കുന്ന പോലെ തോന്നുമെങ്കിലും എങ്ങും പ്രവേശിക്കാതെ സർവവ്യാപിയായി വർത്തിക്കുന്നു. തത്വമറിയാൻ ആഗ്രഹിക്കുന്നവൻ ഏകാഗ്രതയോടെ തത്വത്തെ ധ്യാനിക്കണം. എങ്കിൽ എളുപ്പം പരമാത്മതത്വം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്രകാരം ഭഗവാൻ ബ്രഹ്മാവിന് ഭാഗവതസാരം ഉപദേശിച്ച ശേഷം അപ്രത്യക്ഷനായി. ബ്രഹ്മദേവൻ അവിടെ നിന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വന്ദിച്ച് മുൻ കൽപ്പങ്ങളിലെന്ന പോലെ സൃഷ്ടി ആരംഭിച്ചു. വിശ്വസൃഷ്ടി പൂർത്തിയായപ്പോൾ ബ്രഹ്മാവ് അത്യധികം ആനന്ദിച്ചു. പക്ഷേ നാരദന് സംശയങ്ങൾ പിന്നെയും ബാക്കിയായിരുന്നു. എല്ലാ സംശയങ്ങൾക്കും ഭാഗവത ഗ്രന്ഥത്തിലൂടെ സമാധാനം ലഭിക്കുമെന്നും ബ്രഹ്മദേവൻ പുത്രന് ഉറപ്പു നൽകി. ഭാഗവത പുരാണത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ചുരുക്കി പറഞ്ഞാൽ 10 അവ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരങ്ങൾ, ഈശാന കഥകൾ, നിരോധം, മുക്തി, ആശ്രയം ഇവയാണ്. അതിൽ ഒടുവിലത്തേതായ ആശ്രയമാണ് ഏറ്റവും പ്രധാനം.
ഭഗവാൻ താങ്ങും തണലുമാകണമെങ്കിൽ ആ സ്വരൂപം ഗ്രഹിക്കാൻ കഴിയണം. സ്വരൂപജ്ഞാനം ഉണ്ടാകണം. അതിന് ഭഗവാന്റെ ലീലകളും സ്തോത്രങ്ങളും കഥകളും വർണ്ണിക്കണം. അതിലൂടെ മാത്രമേ ആ പരബ്രഹ്മത്തെ തിരിച്ചറിയാൻ കഴിയൂ. ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കൂ. ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. സത്വം, രജസ്, തമസ് എന്നിവയുടെ പരിണാമത്താൽ ജന്മമെടുക്കുന്നവയെല്ലാം സർഗവും ബ്രഹ്മാവിൻ്റെ വിചിത്ര സൃഷ്ടികൾക്ക് വിധേയമാകുന്നവർ വിസർഗവും ആകുന്നു. ധർമ്മപരിപാലനാകുന്ന ഭഗവത് ലീലയാണ് സ്ഥിതി. ആശ്രിതരെ സഹായിക്കുന്നതാണ് പോഷണം. ഊതികൾ കർമ്മവാസനയും അവതാരലീലകളും കഥകളും അവയ്ക്ക് ഭക്തന്മാർ രചിച്ച വ്യാഖ്യാനങ്ങളുമാണ് ഈശാനു കഥകൾ. ജീവജാലങ്ങളുടെ ഭഗവാനിലേക്കുള്ള ലയമാണ് നിരോധം. കർത്തൃത്വാദിഭാവം ഉപേക്ഷിച്ച് സച്ചിദാനന്ദ രൂപം പ്രാപിക്കലാണ് മുക്തി. ഓരോ കൽപ്പത്തിലും മനു വീണ്ടും ജനിക്കുകയും പ്രജകളെ സൃഷ്ടിക്കുകയും ധർമ്മവ്യവസ്ഥകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. മനുവിൻ്റെ വാഴ്ചക്കാലമാണ് മന്വന്തരം. അത് ബ്രഹ്മാവിൻ്റെ ദിവസങ്ങളിലെ ഒരു ഭാഗമാണ്. ധൃതരാഷ്ട്രരുടെ അനുജനും മഹാജ്ഞാനിയുമാണ് വിതുരർ. വിതുരോപദേശം ജ്ഞാനസമ്പൂർണമാണ്. ധർമ്മദേവന്റെ അംഗമായ അദ്ദേഹം അംബിക, അംബാലിക എന്നിവരുടെ ദാസിയായ ശൂദ്രസ്ത്രീയിൽ ജനിച്ചു. വിതുരർ ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച് ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങൾ ദർശനം ചെയ്ത് പുണ്യം നേടി സഞ്ചരിച്ചു. മൈത്രേയനിൽ നിന്ന് ആത്മതത്വം ഗ്രഹിച്ചു. അത് ശ്രീ ശുഗൻ പരീക്ഷത്തിന് ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്നത്തെ കഥ സമാപിക്കുന്നു. ഇനി അടുത്തൊരു കഥയുമായിട്ട് നമുക്ക് എല്ലാവർക്കും നാളെ കാണാം. ഹരേ കൃഷ്ണ.